രോഹിത് വെമുലയുടെ ജീവത്യാഗം യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, രോഹിത് വെമുല വളരെ സമർത്ഥനായൊരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകനുമായി. ഈ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് കേവലമായൊരു ദലിത് പ്രസ്ഥാനമല്ല. ദലിതർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ തുടങ്ങി പിന്നോക്കക്കാർ തുടങ്ങി ഈ അംബേദ്കറൈറ്റ് ആശയലോകത്തെ പിൻപറ്റുന്ന സവർണ വിദ്യാർത്ഥികളടക്കം ഇതിൽ മെമ്പർമാരാണ്. അതുകൊണ്ടാണ് അവർക്ക് 2 വട്ടം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഭരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത് മിക്കവാറും വളരെ ലിബറലായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്ന, ദലിത് റൈറ്റ് അസർട്ട് ചെയ്യുന്ന, അംബേദ്കറിസത്തെ അസർട്ട് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലൂടെ അവർ അവിടെ അധികാരത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കൊരു മാതൃകയാണത്, സാധ്യമാണെന്നാണ് തെളിവ്. അംബേദ്കറിസത്തിലൂടെ വലിയ ഒരു വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നും അതിലൂടെ വേണമെങ്കിൽ പൊളിറ്റിക്കൽ പവറിലേക്ക് വരാൻ കഴിയുമെന്നുള്ള വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു രൂപമായി ASIയുടെ പ്രവർത്തനം നമുക്ക് വിലയിരുത്താൻ പറ്റും. അത്തരമൊരു പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്നു രോഹിത് വെമുല. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ട്, വളരെ പ്രസിദ്ധമാണത്. അതിന് മുൻപ് 1 മാസം മുൻപ് അദ്ദേഹം VCക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി VCക്കായിട്ട് ഒരു കത്ത് എഴുതും. ആ കത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒന്ന്, ഇവിടെ ദലിത് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ ഒരു 10 ഗ്രാം സയനൈഡ് അവർക്ക് കൊടുക്കണം. അവൻ എപ്പോഴെങ്കിലും അംബേദ്കറിസം വായിക്കണമെന്ന് തോന്നുമ്പോൾ അത് കഴിക്കാമല്ലോ എന്നാണ്. അത് ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ്. അംബേദ്കറിസം എങ്ങനെയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അംബേദ്കറിസത്തെ പിന്തുടരുന്ന വിദ്യാർത്ഥികൾ എന്തെല്ലാം പ്രതിസന്ധികളാണ് നേരിടുന്നത് എന്നതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. സയനൈഡ് അംബേദ്കറിസം വായിക്കാൻ തോന്നുമ്പോൾ അവനത് കഴിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അംബേദ്കറിസത്തിൻ്റെ ജൈവികമായൊരു നിലനിൽപ്പിനെ തടയുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ക്യാമ്പസിനകത്തുണ്ടെന്നാണ് വെമുല പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവത്യാഗം, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ശരിക്കും പറഞ്ഞാൽ ABVPയും ASIയും തമ്മിലുള്ള ഒരു സംഘർഷത്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തമാണ്. അതിന് പറയുന്ന ന്യായങ്ങൾ, കാരണങ്ങൾ എന്തൊക്കെ തന്നെയായിരുന്നാലും അംബേദ്കറിസത്തെ പിന്തുടരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവും ഹിന്ദുത്വത്തെ പിന്തുടരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവും തമ്മിൽ മുഖാമുഖം നിന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഈ അംബേദ്കറൈറ്റ് സ്റ്റുഡൻസ് അസോസിയേഷനെ നിർമ്മാർജ്ജനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് അടക്കം നേരിട്ട് ഇടപെട്ടുന്നുള്ളത്, അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ തമ്മിലിടിക്കുക എന്ന് പറഞ്ഞൊരു സർവ്വസാധാരണമായ കാര്യം. പക്ഷെ അതെല്ലാം കടന്ന് അതിനപ്പുറം കേന്ദ്ര ഗവൺമെൻറ് വരെ ഇടപെട്ട ഒരു സംഭവമായി ഇത് മാറുന്നത്. അങ്ങനെയാണ് ഇത്രയും വലിയൊരു സമ്മർദ്ദമുണ്ടാവുകയും 5 വിദ്യാർത്ഥികളെ പുറത്താക്കുകയും. ഈ 5 വിദ്യാർത്ഥികളും ദലിതരാണെന്നുള്ളതാണ് ശ്രദ്ധേയമായൊരു കാര്യം. 5 വിദ്യാർത്ഥികളും ദലിതരാണ്. അവർ വീണ്ടും അവിടെ ഒരു ഗെറ്റോ, ഒരു ദലിത് ഗെറ്റോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവർ പേരിട്ട്, ഒരു ടെൻ്റ് അടിച്ചിട്ട് ഇവരെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി. അപ്പോൾ അവർ ക്യാമ്പസിൽ തന്നെ ഒരു ടെൻ്റ് അടിച്ച് അവിടെ ജീവിച്ചു വരിക. ആ ടെൻറ്റിന് അവരിട്ട പേര് ദലിത് ഗെറ്റോ എന്നാണ്. അപ്പോൾ അതൊരു പക്ഷേ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ദലിത് ഗെറ്റോ ആയിരിക്കും. അങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നതുപോലും വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ സമരപ്പന്തലിന് ദലിത് ഗെറ്റോ എന്ന് പേരിടുന്നത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു അവയർനെസ്സാണത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണിത്, അതായത് ഹിന്ദുത്വ ശക്തികളും അംബേദ്കറൈറ്റ് ശക്തികളും മുഖാമുഖം നിൽക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ മരണം സംഭവിച്ചത് എന്നതുകൊണ്ട് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ആക്ട്. അതൊരിക്കലും ഒരു ഭീരുത്വത്തിൻ്റെ ഒരു കാര്യമില്ല ഇതിനകത്ത്. വളരെ പൊളിറ്റിക്കലായൊരു ആക്റ്റാണത്. അതുകൊണ്ടാണ് ഇത് വളരെ പെട്ടെന്ന് ഓൾ ഇന്ത്യ ലെവലിൽ സ്പ്രെഡ് ഔട്ട് ചെയ്തത്. അല്ലെങ്കിൽ അതങ്ങനെ വരത്തില്ല. ഒരു ഭീരുവായ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് അതൊന്നും ഇന്ത്യ എടുക്കത്തില്ല. പക്ഷേ ഇത് പെട്ടെന്ന് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെ ത്രസിപ്പിക്കുന്ന ഒരു കാര്യമായി മാറിയത് അതൊരു പൊളിറ്റിക്കൽ ആക്റ്റാണ് എന്നുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് വായിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുന്നൊരു കാര്യം. ഈ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ കാൾ സാഗനെ പോലെ ഒരു എഴുത്തുകാരനാവാൻ, ശാസ്ത്ര എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ച ഒരാളാണ്.
ഒരുപക്ഷെ ഈ വിമുലയ്ക്ക് അതിനുള്ള ശേഷിയും ഉണ്ടായിരുന്നു. അതെ. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ കാൾ സാഗനെ പോലെ അതിനപ്പുറമോ ആകുന്ന വലിയൊരു സയൻറ്റിസ്റ്റായി മാറുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഞാനവിടെ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹത്തിന് 2 JRF ഉണ്ടായിരുന്നു. 2 വിഷയങ്ങളിൽ 2 JRF ഉണ്ടായിരുന്ന ഒരാളാണ് ഈ പറയുന്നത് വിമുല. അപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ അധ്യാപകരോട് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും അധ്യാപകർക്ക് ഉത്തരം ഉണ്ടാവില്ല. അത് വലിയ പ്രശ്നങ്ങളാവുകയും ഒരിക്കലൊരു അധ്യാപകൻ വിമുലയോട് പറഞ്ഞത്ര, നീ അങ്ങനെ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നീ മാലയല്ലേ എന്ന് ചോദിക്കുന്ന. മാല എന്ന് പറഞ്ഞാൽ SC കമ്മ്യൂണിറ്റി. അപ്പോൾ നീ ഒരു ദളിതനല്ലേ, നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട എന്ന് പറയുന്ന വിധം വളരെ ഡയറക്റ്റാണ് ഈ കൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞ സംഭവം. അപ്പം അതൊന്നും ഒരു പക്ഷേ അദ്ദേഹത്തെ സ്വാധീനിച്ച് കാണിച്ചു. അദ്ദേഹം പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതുന്ന സമയത്ത് ഈ പ്രകൃതിയും മനുഷ്യനും നമ്മളെ ബന്ധം അറ്റുപോയിരിക്കുന്നുവെന്ന് തത്വചിന്തകനെ പോലെ പറയുന്നത് അത് വളരെ പോയറ്റിക്കായിട്ട്, വളരെ കാവ്യാത്മകമായി. എനിക്ക് മരണാനന്തരം കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, ഒരു പക്ഷേ എനിക്ക് നക്ഷത്രങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്ന് പറയുന്നത് വളരെ പോയറ്റിക്കായിട്ടുള്ള, വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ ശേഷി, അയാളുടെ ഈ ശേഷി ഈ അതിജീവിക്കാൻ, ആ ക്യാമ്പസിൽ അതിജീവിച്ചു പോകാൻ അദ്ദേഹത്തെ തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റായി നാം അറിയേണ്ടത്. അതായത് ദളിതർക്കിടയിൽ നിന്ന് എത്രമാത്രം ശേഷിയുണ്ട്, അല്ല ശേഷി മാത്രം അവനെ അതിജീവിക്കാനുള്ള ഒരു അസറ്റാവുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നം വിമുല നേരിടുന്ന ഈ ചോദ്യം, നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട, നീ മാലയല്ലേ എന്ന് ചോദിക്കുന്നതോടെ ഈ ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്ന് പറയുന്ന കാസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്ത് ഫങ്ഷൻ ചെയ്യുന്ന കാര്യം. അത് ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ആസൂത്രിതമായി ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് ടെക്നിക്കലി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപക്ഷെ നേരിട്ട് ഈ ജാതിയൊന്നും പറയുന്നില്ലായിരിക്കും, പക്ഷേ അത് ഒരു കുട്ടി അവിടെ എൻട്രി ചെയ്യുമ്പോൾ മുതൽ ആരംഭിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ JNUവിൽ നിന്ന് വന്നൊരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞൊരു കാര്യം, അവിടുത്തെ ഒരു അനുഭവം, 30 മാർക്കാണ് എഴുത്ത് പരീക്ഷ. 30 മാർക്കിൽ 25-26 മാർക്ക് കിട്ടുന്ന SC വിദ്യാർത്ഥികൾ, ദളിത് വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിന് 3-4 മാർക്കൊക്കെ കിട്ടാറുള്ളൂ. ഇൻ്റർവ്യൂവിന് ഒരു കേട്ടിട്ട് നേരിട്ട് മാർക്ക് ഇടുവാണ്. അപ്പോൾ എങ്ങനെ വന്നാലും ഇവന് അഡ്മിഷൻ കിട്ടാതിരിക്കാനുള്ള പണി തുടക്കത്തിൽ തന്നെ ആരംഭിക്കും. രണ്ടാമത് ഇവനൊരു ഗൈഡിനെ കിട്ടുക ബുദ്ധിമുട്ടായിരിക്കും. ആരും ഇവനെ ഏറ്റെടുക്കാൻ തയ്യാറാവത്തില്ല. അപ്പം ഗൈഡിനെ ഫിക്സ് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് ശേഷമാണ്. അന്നാണ് തന്നെ ഇവൻ്റെ ഒരു പകുതി ആത്മവീര്യം പോവും. പിന്നെ ഈ ഏറ്റെടുക്കുന്ന ഗൈഡ് എപ്പോഴും ഇവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവന് ശേഷിയില്ലെന്നും, ഇവനത് അറിയത്തില്ലെന്നും, ഇവർക്ക് നല്ല ഇംഗ്ലീഷ് ഇല്ലെന്നും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവൻ്റെ ഉള്ളൊരു ആത്മവിശ്വാസത്തെ തകർക്കുന്ന. അപ്പോൾ ആന്ധ്രയിൽ നടന്നൊരു കാര്യം, ആന്ധ്രയിലെ മറ്റൊരു കോളേജിൽ പഠിച്ചിരുന്നൊരു വിദ്യാർത്ഥി, PhD ചെയ്തുകൊണ്ടിരുന്നൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നുണ്ട് 2 വർഷം മുമ്പ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗൈഡ് പറഞ്ഞത്ര, 2 വർഷമായി ഗവേഷണം തുടങ്ങി, ഗൈഡ് പറഞ്ഞത്രേ, നീ എന്ന് ഈ ആവശ്യമില്ലാതെ ഗവേഷണം കയറി, നിനക്ക് പോലും കന്നുകാലി നോക്കാൻ പോകത്തില്ലെന്ന് ചോദിക്കണം. അല്ല, അവരുടെ ഒരു പരമ്പരാഗത ജോലി കന്നുകാലി നോട്ടമാണ്. നിനക്ക് കന്നുകാലി നോക്കാൻ പോയാൽ പോരെന്ന് ചോദിച്ചുകൊണ്ട് ഈ പയ്യനങ്ങനെ തകർന്നു പോയി. അവൻ തിരിച്ച് വീട്ടിൽ വന്ന് തൂങ്ങി മരിക്കുക. ഞാൻ പറയും, ഇങ്ങനെ ഹരാസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ആത്മവീര്യത്തെ തകർക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മാർഗം. അപ്പോൾ ഗൈഡിനെ കിട്ടാതെ വരിക, കിട്ടിയാൽ തന്നെ മോശം ഗൈഡായിരിക്കുക, ആ ഗൈഡ് തന്നെ മോശമായി കുട്ടികളോട് പെരുമാറുക. ഈ നിലയ്ക്ക് ഇവൻ്റെ അക്കാഡമിക് ബ്രില്യൻസിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമല്ല യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുന്നത്. മൂന്നാമതൊരു കാര്യം, ഈ കുട്ടികൾ ഇപ്പോൾ അവിടെ പഠിക്കുന്ന ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ മിക്കവാറും എല്ലാ സംസ്ഥാനത്തു നിന്നും കുട്ടികൾ അവിടെയുണ്ട്. ഈ കുട്ടികളെല്ലാം ഒരു 90% കുട്ടികളും ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ സ്കോളർഷിപ്പിലാണ്. ഈ സ്കോളർഷിപ്പിനെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ വേറൊരു സംഭവം. ഈ സ്കോളർഷിപ്പ് തടസ്സപ്പെടുത്തിയുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ വളരെ സാമ്പത്തികമായി വീട്ടിൽ നിന്നൊരു സഹായവും ലഭ്യമല്ലാത്ത കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടാതെ വരുന്നുണ്ട്. 1 മാസം കഴിയുമ്പം ഇവൻ്റെ ശ്രദ്ധ മുഴുവനും പിന്നെ ദൈനംദിനമായ അതിജീവനത്തിൻ്റെതായിരിക്കും. 100 രൂപ സംഘടിപ്പിക്കുക, അരി മേടിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക എന്ന ഇതിലേക്ക് ഇവൻ വരികയും ഇവർ അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ എഴുത്തും വായനയൊക്കെ അങ്ങ് അസ്തമിക്കുകയും ചെയ്യും. ഒരു 3-4 മാസം കഴിയുമ്പം പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഇവൻ ഈ 3-4 മാസം ഈ ഭക്ഷണത്തിന് വേണ്ടി പരക്കം പായുന്ന ഇവന് ശരിക്കും ഇത് സാധനം എഴുതി കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റാൻ ഇതേ അധ്യാപകൻ തന്നെ, ഈ സ്കോളർഷിപ്പ് താമസിപ്പിച്ച അതേ അധ്യാപകൻ തന്നെ, നീ നല്ല വിദ്യാർത്ഥിയല്ലെന്ന് പറയും. ഇതാണ് അവരുടെ ടെക്നിക്ക്. എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുമ്പോഴേ പറയും നിങ്ങൾ മോശമാണെന്ന് പറയും, നിങ്ങൾക്ക് നന്നാകാനുള്ള യാതൊരു സാധ്യതയും മുന്നിൽ തരത്തില്ല. എന്നിട്ട് 5-6 മാസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കൈമലത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. വിമുലയുടെ കാര്യം തന്നെ നോക്കി, അദ്ദേഹത്തിന് 1.25 ലക്ഷം രൂപയാണ് ഈ മരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി 40,000 രൂപയുടെ കടക്കാരനായ.
1.25 ലക്ഷം രൂപ കൊടുക്കാനുള്ളത്. ഇതിങ്ങനെ വളരെ ആസൂത്രിതമായി ഇങ്ങനെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പുതിയൊരു ടെക്നോളജിയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് പ്രാക്ടീസും അത്. കാരണം നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും പറഞ്ഞു. നിങ്ങളൊരു ജാതി പറഞ്ഞോന്നെങ്കിൽ ഞാൻ ജാതിയൊന്നും പറഞ്ഞില്ലെന്ന് പറയും. അങ്ങനെ പുള്ളി പ്രത്യക്ഷമായി ജാതി പറയുന്നില്ല, പക്ഷേ അയാൾക്കറിയാം ആരോടാ ജാതി പ്രയോഗിക്കണമെന്ന് പറയാം. അത് വളരെ എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമ്പം തന്നെ SC കുട്ടികളുടെ പേരിന് മുകളിൽ ഒരു സ്റ്റാറും, ST കുട്ടികളുടെ പേരിന് മുകളിൽ 2 സ്റ്റാറും, OBC കുട്ടികളുടെ 3 സ്റ്റാറും. അപ്പൊ ഈ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ തന്നെ എല്ലാവരും മാർക്ക് ചെയ്യപ്പെട്ടിരിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവർക്ക് അറിയാം. ഇതാണ് നടന്നു വരുന്നൊരു കാര്യം. അങ്ങനെ വളരെ കൃത്യമായിട്ട് അക്കാഡമി അവൻ്റെ ഒരു അക്കാഡമിക് ബ്രില്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യവും നടക്കുന്നില്ല. രണ്ടാമതൊരു കാര്യം, ഇവനൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറയാനൊരു ഫോറം യൂണിവേഴ്സിറ്റിക്കകത്തില്ല. ഇവരൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം പരിഹരിക്കാനുള്ള ഒരു സംവിധാനം വേണമല്ലോ. ആ സംവിധാനം ഇല്ല. ഉള്ള സംവിധാനം തന്നെ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ പീഡിപ്പിച്ച് ഇവനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനോട് തന്നെ ഇവൻ പരാതിയും പറയുന്നത്. വേറൊരാളില്ല പറയാനായിട്ട്. ഈ നിലക്ക് ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അംഗത്ത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതിൻ്റെ ഒരു പ്രശ്നം വന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ കുട്ടികൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണെന്നും അതുകൊണ്ട് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകമായ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്നുള്ള ഒരു അവയർനെസ് നമ്മുടെ അധ്യാപക സമൂഹത്തിനില്ല. അധ്യാപക സമൂഹം എപ്പോഴും മോഡലാക്കുന്നത് ഒരു അപ്പർ കാസ്റ്റ് വിദ്യാർത്ഥിയാണ് അവർക്ക് റോൾ മോഡൽ. ബാക്കിയുള്ളവരെല്ലാം കുഴപ്പം പിടിച്ചവരായിട്ടാണ് ഇവർ തന്നെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണമെന്ന് അവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, മറ്റവനെ പോലെ ആകാത്തത് കൊണ്ട് ഇവനെപ്പോഴും പഴി ചാരുക എന്നുള്ളൊരു തരം ഹരാസ്മെൻ്റാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ MG യൂണിവേഴ്സിറ്റിയിൽ തന്നെ ദീപ P. മോഹൻ എന്ന് പറയുന്നൊരു പെൺകുട്ടി, കണ്ണൂരുകാരിയാണ്, ദലിതാണ്, ശാസ്ത്ര ഗവേഷകയാണ്. അതിൻ്റെ ഡയറക്ടർ പറഞ്ഞത്രേ ദീപയ്ക്ക് പരീക്ഷണശാലയിൽ വേണ്ട കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. വാക്കാലാ പറയുന്നത്. ഈ താഴെയുള്ള പ്രൊഫസർമാരോട് അവരിതൊന്നും കൊടുക്കത്തില്ല. ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് ഈ പറഞ്ഞ പരീക്ഷണശാലയിൽ എൻട്രിയും അവിടെ എക്യുപ്മെന്റ്സും കിട്ടുന്നില്ല, എന്ത് ഗവേഷണം ചെയ്യാനാ? ഒരു ഗവേഷണവും നടക്കത്തില്ല. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഈ അധ്യാപകൻ തന്നെ പറയും ദീപ നല്ല വിദ്യാർത്ഥിയാണ്. ഇത് തന്നെയാണ്. അങ്ങനെ വളരെ കൃത്യമായിട്ടും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന കാസ്റ്റ് പ്രാക്ടീസാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വിമലയുടെ സംഭവം ഈ സാധനമാണ്. അതായത് ഇന്ത്യ ഈസ് ആൻ അൺഡെമോക്രാറ്റിക് സൊസൈറ്റി എന്നത് അസർട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഇവിടെ വന്നത്. ഇതിൻ്റെ ഏറ്റവും ഇത് ജനാധിപത്യപരമല്ലാതായിരിക്കാനുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് കാസ്റ്റാണ് എന്നാണ് വിമലയുടെ മരണത്തിലൂടെ പുറത്തു വന്നൊരു കാര്യം. ഇതിനി ഇന്ത്യ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ദേശീയമായ പ്രാധാന്യം എന്നുള്ളത്. ഒരു അംബേദ്കറിസത്തെ ഇന്ത്യ അംഗീകരിക്കണം എന്ന് പറയുന്നത് അംബേദ്കർ മാത്രമാണ് കാസ്റ്റിൻ്റെ യഥാർത്ഥ മെക്കാനിസം എന്തെന്ന് കണ്ടെത്തിയൊരു പൊളിറ്റിക്കൽ തിങ്കർ ഇന്ത്യയുടെ ചരിത്രത്തിൽ. വേറെ ആരുമില്ല. വേറെ ആർക്കും അത് മനസ്സിലായിട്ടില്ല.